ഒക്ടോബർ 7 ഹമാസ് ബന്ദിയാക്കി കൊണ്ടുപോയതിനു ശേഷം തടവറയിൽ നേരിട്ട ഭയാനകമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി മോചിതയായ ഇസ്രായേലി യുവതി റോമി ഗോനൻ. മാസങ്ങളോളം നീണ്ട തടവ് ജീവിതത്തിനിടയിൽ താൻ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റോമി വെളിപ്പെടുത്തിയത്. തടവറയുടെ കാവൽക്കാരനായിരുന്ന ഹമാസ് തീവ്രവാദി തന്നെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും റോമി ഗോനൻ കണ്ണീരോടെ വെളിപ്പെടുത്തി. നീ എന്റേതാണ്, എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഹമാസ് തീവ്രവാദി പറഞ്ഞിരുന്നതായി റോമി ഓർക്കുന്നു. ഗാസയിലെ തുരങ്കങ്ങളിൽ ഭക്ഷണവും വെള്ളവുമില്ലാതെ കഴിഞ്ഞിരുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു ഈ ലൈംഗിക അതിക്രമങ്ങളെന്ന് അവർ പറയുന്നു. തടവറയിൽ പുതിയ പെൺകുട്ടികളെ ബന്ദികളാക്കി കൊണ്ടുവരുന്നതിന് മുമ്പ് ലൈംഗിക അതിക്രമത്തിനല്ലാതെ ഒരു മനുഷ്യനും തന്റെ അടുത്തോട്ട് വന്നിട്ടില്ല എന്ന് റോമി പറയുന്നു. താൻ അനുഭവിച്ച വേദനകൾ വ്യക്തിപരമായ ഒന്നല്ലെന്നും ഇന്നും ഗാസയിൽ തടവിലായിരിക്കുന്ന മറ്റു യുവതികൾ ഇത്തരത്തിലുള്ള ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റോമി ലോകത്തെ ഓർമ്മിപ്പിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾ വൈകുന്നത് ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. പലപ്പോഴും തന്റെ മുറിവുകളിൽ മരുന്നിടാൻ പോലും അനുവദിക്കാതെയാണ് പീഡനങ്ങൾ തുടർന്നിരുന്നത്. ബന്ദിമോചന സമയത്ത് നടന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ ഒരാൾ പോലും ജീവിച്ചിരിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും റോമി പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുമെന്നും ഒക്ടോബർ 7 ബന്ദിയാക്കപ്പെട്ടവർ മുഴുവൻ മോചിതരായതിനു ശേഷമാണ് എനിക്കിത് പുറത്തു പറയുവാൻ സാധിച്ചതെന്നും റോമി പറയുന്നു. അവർ ഏൽപ്പിച്ച ശാരീരികവും മാനസികവുമായ മുറിവ് സുഖപ്പെടുത്താൻ ആകുന്നതല്ലെന്നും റോമി പങ്കുവച്ചു. റോമി ഗോനന്റെ ഈ വെളിപ്പെടുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.